ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ രേവതിനെയാണ്. അപ്പൊ രേവതി പൂക്കളൊക്കെ ആയിട്ട് പൂവൊക്കെ കെട്ടാൻ വേണ്ടി അങ്ങ് കൊണ്ടുപോയി. ആ സമയത്താണ് നമ്മുടെ ശ്രുതിയും അതുപോലെ ചന്ദ്രയും കൂടെ വരുന്നത്. അങ്ങനെ ചന്ദ്ര പറഞ്ഞു, അതെ, ഇതിൽ നിന്ന് കുറച്ച് പൂ എടുത്തുകൊണ്ട് പോയി ശ്രുതിയുടെയും മുറി അലങ്കരിക്കുക. അവരുടെ ശാന്തി മുഹൂർത്തം എന്നൊന്നും നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പം, അതിനമ്മേ ഞാൻ അലങ്കരിച്ചായിരുന്നല്ലോ, ഞാൻ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും പോരാ, ഇതിൽ നിന്ന് കുറച്ച് പൂവെടുത്ത് അത് നല്ല രീതിയിൽ തന്നെ അലങ്കരിക്കണം, കുറച്ചും കൂടെ അലങ്കാരം വേണം, ആ അലങ്കാരം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയോട് ആ ഒരു പൂവ് എടുത്ത് അവിടെ കൊണ്ടുപോയി അലങ്കരിച്ച് കെട്ടി വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എനിക്ക് സ്ഥിരം കസ്റ്റമർ ഉണ്ട്, അവർക്ക് കൊടുക്കാനുള്ള പൂവാണ്, ഓർഡർ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ, അവളുടെ ഒരു ഓർഡർ പിന്നെ അങ്ങ് ഗൾഫിലേക്ക് കയറ്റി അയക്കാനല്ലേ, അതെ, ഞാൻ പറഞ്ഞത് അങ്ങ് ചെയ്താൽ മതി, അതുമല്ല നിനക്ക് പൈസയാണോ ആവശ്യം, പൈസ ഞാൻ നിനക്ക് തന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, പൈസ എനിക്ക് ആവശ്യമില്ല, പൈസയല്ല എനിക്ക് ആവശ്യം, ഞങ്ങൾക്ക് കുറച്ച് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്, ആ കസ്റ്റമേഴ്സിന് ഈ ഒരു പൂവൊക്കെ കൊടുക്കാനുള്ളതാണ്, അല്ലാതെ ഞാൻ പൈസ നോക്കിയിട്ടല്ല അമ്മയെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം, ഓ, അത് മനസ്സിലായി, അന്നത്തിന് പോലും വകയില്ലാതെ ഈ ഒരു പൂവും വിറ്റ് നടക്കുന്ന നിന്റെ കുടുംബത്തിന് പൈസ ആവശ്യമില്ലെന്ന്. എന്റെ പൊന്നോ, എന്താടി രേവതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പൈസ കണ്ട കമന്ന് വീണ് കിടക്കുന്ന നിന്റെ അമ്മയും നിന്റെ അനിയനും നിന്റെ അനിയത്തിയും നീയും ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ തന്നെ പറയണം. അതെ, ഞാൻ പറഞ്ഞല്ലോ, പൈസ ഞാൻ തരാം, എനിക്കിപ്പോ ഈ പൂ വേണമെന്ന് പറഞ്ഞാൽ ഈ പൂ വേണം, ആ മുറി കൊണ്ടുപോയി കുറച്ചും കൂടെ പൂ വെച്ച് അലങ്കരിക്കുക എന്നിങ്ങനെ പറഞ്ഞപ്പോ രേവതിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയിട്ടോ. കാരണം രണ്ട് കൈ ഈ കൂട്ടി അടിക്കുമ്പോഴാണല്ലോ ശബ്ദം കേൾക്കുള്ളൂ എന്നൊക്കെ ഓർത്തായിരിക്കും നമ്മുടെ രേവതി അങ്ങോട്ട് ക്ഷമിക്കുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട് എന്താ അടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഹേയ് അതമ്മേ, ഞാൻ ശ്രുതിയുടെയും മുറി അലങ്കരിക്കുന്ന കാര്യം പറഞ്ഞു, ഇന്ന് ശാന്തി മുഹൂർത്തം അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന്, ഓ, ഇന്ന് ശാന്തി മുഹൂർത്തമാണല്ലോ അല്ലേ, ആ ആ ആ ആ ആ അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏതായാലും ശ്രുതിയുടെയും ശാന്തി മുഹൂർത്തം അല്ലേ, നല്ല ദിവസമല്ലേ, നല്ല സമയവും ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം മോളെ രേവതി, നമുക്ക് ഒരു ശാന്തി മുഹൂർത്തം വെക്കാം. കുറെ ദിവസമായല്ലോ നമ്മൾ ശാന്തി മുഹൂർത്തത്തിനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഞാൻ ഇവിടെ വന്നത് തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം വെക്കാൻ വേണ്ടി തന്നെയാ. ഏതായാലും 2-3 ദിവസം കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു പോകണം. എനിക്ക് ഇവിടുന്ന് മനസ്സമാധാനമായിട്ട് തിരിച്ചു പോകണമെങ്കിലേ ശാന്തി മുഹൂർത്തം വെച്ചേ പറ്റൂ. അതുകൊണ്ട് രേവതിയുടെയും സച്ചിയുടെയും കൂടെ ശാന്തി മുഹൂർത്തം നടക്കട്ടെ. ആദ്യം വിവാഹം കഴിഞ്ഞത് ഇവരുടെ അല്ലേ, ഇനിയിപ്പോ ശ്രുതിയുടെയും നടന്നില്ലെങ്കിലും രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം നടക്കുക തന്നെ വേണം. അതുകൊണ്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും, മോള് പോയി ഒരുങ്ങാൻ പറഞ്ഞു. കേട്ടോണ്ടേ ചന്ദ്ര, അമ്മ എന്താ ഈ പറയുന്നത്? ശാന്തി മുഹൂർത്തം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു ചടങ്ങ് 2 പേർക്ക് വെക്കുമ്പോൾ അതിൽ ഒരെണ്ണം ഒത്തിരി നന്നാവില്ല, അത് ഏതായാലും കൊള്ളത്തില്ല, അത് അത്രയ്ക്ക് നല്ല കാര്യമല്ലമ്മേ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, രേവതിയുടെയും സച്ചിയുടെയും ജീവിതമൊക്കെ അല്ലേ, നമ്മുടെ മക്കളുടെ ജീവിതം നമ്മൾ നോക്കണ്ടെന്ന് പറഞ്ഞപ്പം, അയ്യോ, മക്കളുടെ ജീവിതം നോക്കുന്ന ഒരമ്മ, എന്തിനാ ചന്ദ്രേ നീ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്? നീ ഇത്രയും കിടന്ന് പ്രസംഗിക്കേണ്ട ഒരു കാര്യമില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം വെക്കാൻ നിനക്ക് ഒട്ടും താല്പര്യമില്ലെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് മതി ശ്രുതിയുടെയും ശാന്തി മുഹൂർത്തം. ഇത് കേട്ടതേ നമ്മുടെ രേവതി പറഞ്ഞു, വേണ്ട അച്ഛമ്മ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? ഇന്ന് ഇവരുടെ വിവാഹം കഴിഞ്ഞ ദിവസമല്ലേ, ഇവരുടെ ശാന്തി മുഹൂർത്തം അല്ലേ വേണ്ടത്. പിന്നെ ഞാൻ പറയാലോ, ഇപ്പം ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാള് എന്റെ ഭർത്താവാകാതിരിക്കുന്നില്ലല്ലോ, അദ്ദേഹം എന്റെ ഭർത്താവ് തന്നെയാണ്. ഞാന് ഈ താലി എന്റെ കഴുത്തിൽ കയറിയില്ലേ, അന്നു മുതൽ ഞാൻ അദ്ദേഹത്തെ എന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നതാ. ആദ്യമൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ഇത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു, പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് കണ്ടതാ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്റെ ഭർത്താവാകാതെ ഇരിക്കുന്നൊന്നുമില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, അത് മതി. അതുകൊണ്ട് വേണ്ട, ഇന്നിവരുടെ ശാന്തി മുഹൂർത്തം നടന്നോട്ടെ, ഇന്നിവരുടെ വിവാഹം കഴിഞ്ഞാലേ, അതുകൊണ്ട് പ്ലീസ് അച്ഛമ്മ വേണ്ടാന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ രേവതി മോളെ ശരിയാവുന്നത്? ഞാൻ അവിടുന്ന് ഇവിടം വരെ വന്നത് കല്യാണം കൂടാൻ വേണ്ടി മാത്രമല്ലെന്ന് നിനക്കറിയാലോ.
നിങ്ങളുടെ ജീവിതം അതും കൂടെ എനിക്ക് സേഫ് ആക്കണം. ഞങ്ങളുടെ ജീവിതം സേഫ് ആയിട്ട് തന്നെയാ അച്ഛമ്മ ഇരിക്കുന്നത്. അച്ഛമ്മയുടെ തോന്നല ദേ അദ്ദേഹത്തിന് എന്നെ ഇപ്പൊ വലിയ കാര്യം തന്നെയാ. എനിക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പൊ ശാന്തി മുഹൂർത്തമൊക്കെ വെക്കണമെന്നൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല അച്ഛമ്മ. അതുകൊണ്ട് പ്ലീസ് അച്ഛമ്മ വേണ്ട, ഇന്ന് ശ്രുതിയുടെ ശാന്തി മുഹൂർത്തം നടന്നോട്ടെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, കേക്കടി കേക്ക് ചന്ദ്രേ, കേക്കടി ഇവളുടെ വായിൽ നിന്ന്. ദേ ഞാനൊരു കാര്യം പറയട്ടെ, നീ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ കിടന്ന് വാശി പിടിച്ചേരെയല്ലോ. കരയുന്ന കുഞ്ഞിനെ എന്റെ പൊന്നു രേവതി പാലുള്ളൂ, അതുകൊണ്ട് നീ ഇങ്ങനെ മാറി മാറി നിൽക്കാൻ പാടില്ലാട്ടോ എന്നിങ്ങനെ അച്ഛമ്മയുടെ ഒരു ചെറിയ ഉപദേശവും കിട്ടി. ഏതായാലും രേവതി ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ അങ്ങ് പോയി. ചന്ദ്രയാണെങ്കിൽ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ചന്ദ്ര അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിയും കൂടെ വരികയാണ്. അപ്പൊ ശ്രുതിയും കൂടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ ആന്റി ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ശാന്തി മുഹൂർത്തം ഇന്ന് വേണ്ട. അതേ ശ്രുതി, നമുക്കിന്ന് ശാന്തി മുഹൂർത്തം വെക്കണ്ട. ഏതായാലും അവരുടെ കല്യാണമല്ലേ ഫസ്റ്റ് കഴിഞ്ഞത്, അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് നമുക്ക് ശാന്തി മുഹൂർത്തം വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി, എന്താ നീ പറയുന്നത്, ശാന്തി മുഹൂർത്തം വെക്കണ്ടെന്നോ? ഏയ് അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ശാന്തി മുഹൂർത്തം അത് ഇന്ന് വെച്ചേ പറ്റൂ. ഇന്ന് നമ്മുടെ കല്യാണമല്ലേ നടന്നത്, അപ്പൊ ഇന്ന് തന്നെ വേണം ശാന്തി മുഹൂർത്തം. ദേ എന്റെ പൊന്നു ശ്രുതി കളിക്കരുതേന്ന് പറയുമ്പോ ചന്ദ്രൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ, ശാന്തി മുഹൂർത്തം അത് എന്നും അങ്ങനെ എടുക്കാനും വെക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ഈ ഫസ്റ്റ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാലേ കല്യാണത്തിന്റെ ആദ്യ ദിവസം തന്നെ അത് നടന്നിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം. ദേ ആ തള്ള പറഞ്ഞു ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ തള്ള ഇവിടെ പലതും കിടന്ന് പ്രസംഗിക്കും. ഞാൻ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയാറാണ് പതിവ്. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യേ, പോയി റൂമിലേക്ക് പൊക്കോ, ഞാൻ പാലും ഒക്കെ ആയിട്ട് വരാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏതായാലും അതൊക്കെ ഞാൻ പറയാം. ഏതായാലും ശ്രുതി മോളെയും വിളിച്ചോണ്ട് റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ഏതായാലും അവര് റൂമിലേക്ക് പോയി. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രേവതി അടുക്കളയിൽ ഇങ്ങനെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചന്ദ്ര ഓർഡർ ഇടുകയാണ്. ചന്ദ്ര പറഞ്ഞു, അതേ എടി രേവതി, ഒരു ഗ്ലാസ് പാല്, അത് നല്ല മധുരം ഇട്ട് വേണം ഇന്ന് പാലെടുക്കാൻ, ചൂട് ഒട്ടും കുറയാനും പാടില്ല, അതുകൊണ്ട് എളുപ്പം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതി പാലൊക്കെ കാച്ചാണ്. അപ്പൊ പാലൊക്കെ കാച്ചി ഒരു ഗ്ലാസ്സിൽ പിടിച്ചോണ്ട് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പം റൂമിൽ കൊണ്ട് കൊടുക്കാന്ന് ഓർത്താണ് നമ്മുടെ രേവതി ആ ഗ്ലാസ്സിൽ ഇങ്ങനെ പാലൊക്കെ പിടിച്ചൊക്കെ പോകുന്നത്. അപ്പോഴാണ് ചന്ദ്ര വന്ന് മുമ്പിൽ ചാടിയിട്ട്, അതേ നിന്നോട് ആരാ പറഞ്ഞത് ആ റൂമിൽ കൊണ്ട് പാല് കൊടുക്കാൻ, നിന്നോട് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പൊ ശ്രുതിയുടെ മുമ്പിൽ അങ്ങാണ് നീ ചെന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അതേ ഗതിയായിരിക്കും ശ്രുതിക്കും. നിന്റെ ജീവിതം ഒരറ്റവും എത്താതെ നിൽക്കുകയല്ലേ, ആ അറ്റവും ഈ അറ്റവും കൂട്ടാത്തൊരു ജീവിതം നിന്റെ ജീവിതം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ ജീവിതവും അങ്ങനെ തന്നെയാ. നിങ്ങൾ രണ്ടും കൂടെ ചേരുന്നതേ ചേർന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ വ്യക്തമായിട്ട് കേട്ടോ, ഒരിക്കലും അവരുടെ കൺമുമ്പിൽ ചെന്ന് പെടാൻ പാടില്ല. ശ്രുതിയുടെ കൺമുമ്പിൽ നീ ചെന്ന് പെടരുത്. അവളോട് സംസാരിക്കുകയോ അവളോട് ഒരു കാര്യം പറയാനോ പോകരുത്. അവളെ എന്റെ മോള് മരുമകളായിട്ടല്ല ഞാൻ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, മകളായിട്ടാ കൊണ്ടുവന്നത്. നിന്നെ പോലെ നക്കപ്പിച്ച കാശിന് വകയില്ലാത്തവളൊന്നും അല്ല. അവളങ്ങ് മലേഷ്യയിലാ ജനിച്ചു വളർന്നതൊക്കെ. അതുപോലെ തന്നെ അവളുടെ അച്ഛനും അവിടെയാ. ദേ അതുകൊണ്ട് അവളുടെ മുമ്പിൽ വരാനുള്ള യോഗ്യത ഒന്നും നിനക്കില്ല. പാലിങ് തരാൻ പറഞ്ഞു. അങ്ങനെ പാല് മേടിച്ചുകൊണ്ട് നേരെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കൊണ്ട് കൊടുക്കുകയാണ് ശ്രുതിക്ക്. അങ്ങനെ ശ്രുതിയുടെ കൈ പാല് കൊടുത്തു. ശ്രുതി നല്ലൊരു അടിപൊളി സാരിയൊക്കെ കൊടുത്ത് ആ ഒരു ഫസ്റ്റ് നൈറ്റ് ലുക്കിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ പാലൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഈ പാലുണ്ടല്ലോ, അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ പെൺകുട്ടികളോട് ഒന്നും പറഞ്ഞു തരണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ആദ്യമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, മോക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ പാല് ആദ്യം മോന് കൊടുക്കണം, എന്നിട്ട് പകുതി കുടിച്ചിട്ട് മോളും കുടിക്കണം. ഇനി നിങ്ങളെല്ലാ കാര്യവും ഇതുപോലെ തന്നെ ആയിരിക്കണം. എല്ലാ കാര്യവും ഒരുമിച്ച് ഷെയർ ചെയ്ത് വേണം ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ കാല് തൊടുകയാണ് ശ്രുതി. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്രൻ, മോൾ എന്താ ഈ കാണിക്കുന്നത്? അല്ല ആന്റിയെ അനുഗ്രഹിക്കണം, ആന്റി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടില്ലായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, ഈ വീട്ടിലെ എല്ലാവരും എൻ്റെ കൂടെയില്ലേ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി. ഇങ്ങനെ ഒരു കുടുംബം ഇതാ ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് ഇങ്ങനെ ആളും പേരും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് സ്വന്തമായിട്ട് അവകാശപ്പെടാമല്ലോ. എനിക്ക് ഇപ്പം എൻ്റെ അമ്മയില്ലേ, അതുപോലെ അച്ഛനില്ലേ, ഭർത്താവ്, അങ്ങനെ എല്ലാവരും ആയില്ലേ. എന്തോ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുക. ഇതെല്ലാം ആന്റി കാരണമല്ലേ എനിക്ക് കിട്ടിയത്. അയ്യോ മോളല്ലാട്ടോ ഇങ്ങനെ പറയേണ്ടത്, നന്ദി ഞാൻ മോളോടാ പറയേണ്ടത്. സത്യമായിട്ടും എൻ്റെ മരുമകളായിട്ട് വന്ന മോള്, എനിക്കറിയില്ല ഞാൻ എന്തോ പുണ്യം ചെയ്തിട്ടാ എനിക്ക് മോളെ മരുമകളായിട്ട് കിട്ടിയത്. ഞാൻ എത്ര ആഗ്രഹിച്ചതാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ശ്രുതി ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ്.
അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പിന്നെ മോളി പാലൊക്കെ കൊണ്ടൊക്കെ. പിന്നെ ഉണ്ടല്ലോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതേ സമയമാകുമ്പം എനിക്കൊരു കുഞ്ഞാവേനെ സമ്മാനമായിട്ട് തരണം കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞിക്കാല് അത് വേണം, അതും എൻ്റെ സുതിമോൻ്റെ കുഞ്ഞ്. എൻ്റെ സുതിമോൻ്റെ കുഞ്ഞായിരിക്കണം ഈ വീട്ടിൽ ആദ്യമായിട്ട് കാല് കുത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ. ഏതായാലും ഇനി ഞാനൊന്നും പറയുന്നില്ല. ഈ പാലൊക്കെ കൊണ്ടങ്ങോട്ട് സുതിക്ക് കൊടുക്ക്. എന്നിട്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന എനിക്ക് കാണണ്ടേ. ഞാനും അത് ആഗ്രഹിക്കുന്നത്. എൻ്റെ സുതിമോനെല്ലാം കിട്ടണം. എല്ലാവരെക്കാളും കൂടുതൽ സ്ഥാനം അവന് തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത്. എൻ്റെ ചങ്കിനകത്തുള്ള ആ ഒരു സ്ഥാനം ഒരിക്കലും മാറില്ല. അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് കിട്ടുന്ന അത്ര സ്ഥാനം ഇവിടെ വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ കുറച്ച് പുകഴ്ത്തുകയൊക്കെ ചെയ്തിട്ട് ശ്രുതിനെ പറഞ്ഞ് റൂമിലേക്ക് വിടുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതി കുടുങ്ങി റൂമിലേക്ക് ചെല്ലുന്നു. റൂമിലേക്ക് ചെന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന കരിമ്പിൻകൂട്ടത്തിൽ കയറിയ പോലെയാണ് നമ്മുടെ ശ്രുതിയുടെ അവസ്ഥ. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പെട്ടെന്ന് ഓടി ചെന്ന് വാതിലൊക്കെ കൂറ്റിയിട്ടിട്ട് ഓടി ഇങ്ങ് വന്നിട്ട് കയ്യെ പിടിച്ചിട്ടൊക്കെ കണ്ടങ്ങ് ഇരുത്തുകയാണ്. അപ്പോഴത്തേക്കും പറഞ്ഞു, അയ്യോ പാല് പോകും, ഇതെന്താ ശ്രുതി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇങ്ങോട്ടൊന്ന് വന്നേ, എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാമോ? നീ എന്തിനാ പറഞ്ഞത് ഫസ്റ്റ് നൈറ്റ് ഇന്ന് വേണ്ടാന്നൊക്കെ? ഈ ഫസ്റ്റ് നൈറ്റൊക്കെ ഒരു തവണയെ വരത്തുള്ളൂ. അപ്പം നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ ആഘോഷിക്കുക. നീ ഇവിടെ ഇരിക്കുക. പിന്നെ ഈ പാല് ഈ പാലെനിക്ക് അമ്മ തന്നു വിട്ടതാ. ഈ പാലൊന്നും നമുക്ക് ആവശ്യമില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എൻ്റെ മനസ്സിൽ കുറച്ച് സങ്കല്പങ്ങളുണ്ട്. ഈ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുംപുറത്തിലെ പെൺകുട്ടികൾ വരുന്നത് പോലെ ബന്ധം സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി എനിക്ക് അതിനോടൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ആ പാലങ്ങ് മാറ്റിക്കേ, ഞാൻ വേറൊരു സംഭവം കരുതി വെച്ചിട്ടാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി ഒരു ഐസ്ക്രീം എടുത്തോണ്ട് വരികയാണ്. അപ്പം ഒരു ഐസ്ക്രീം എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും ഇതാ പാലിന് പകരം നമ്മൾ ഇതാണ് ഇന്ന് ഷെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ആ ഐസ്ക്രീം നോക്കിയപ്പോൾ മെൽറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം പറഞ്ഞു, അയ്യോ ഇത് മൊത്തം മെൽറ്റായി പോയല്ലോ. മെൽറ്റായി പോയല്ലേ, അത് സാരമില്ല, ഏതായാലും ഞാൻ ഇവിടെ മാറ്റിക്കൊണ്ട് വെച്ചതല്ലേ, അപ്പൊ ഇത് മെൽറ്റായി പോയതാ. ഇത് നമ്മൾ പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കണം, അതാ വേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് മനസ്സിൽ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നുമല്ല, ഈ വേഷമൊന്നുമല്ല, വേറൊരു വേഷമുണ്ട്. അത് ഏതായാലും ഞാൻ തരാം. ആ ഒരു വേഷമൊക്കെ ഇട്ട് റെഡി ആയിട്ട് വരുമ്പോൾ ഞാനിവിടെ റെഡിയാക്കി ഇവിടെ മൊത്തം ക്യാനിലൊക്കെ കത്തിച്ച് എനിക്ക് വെക്കണം. ഏതായാലും നിന്നെ എനിക്ക് ഞെട്ടിക്കണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാന്ന് പറയുമ്പോൾ, അയ്യോ വേണ്ട സുധി, ഇത് പോരെ, ഇനി എന്തിനാ ഡ്രസ്സൊക്കെ മാറുന്നത്? ഞാൻ പറഞ്ഞത് കേക്ക്. അല്ല സുധി, ഞാനൊരു കാര്യം ചോദിക്കോട്ടെ. ഞാനിനി സുധീന്ന് വിളിക്കില്ല, ഞാൻ ഏട്ടാന്ന് വിളിച്ചോട്ടെ. സുധി ഏട്ടാന്ന്. എനിക്കങ്ങനെ ഏട്ടാന്ന് വിളിക്കാനോ അങ്ങനെയൊന്നും ആരും ഇല്ലായിരുന്നല്ലോ. എന്തോ എനിക്കങ്ങനെ വിളിക്കാൻ തോന്നുന്നു, ഞാൻ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഏട്ടാന്നോ? സാധാരണ ഇപ്പം ഭർത്താക്കന്മാരെ പെൺപിള്ളേരെ ഏട്ടാന്നൊന്നും വിളിക്കാൻ ആഗ്രഹിക്കില്ല. എടാ വാടാ പോടാ എന്നൊക്കെയാ വിളിക്കുന്നത്. അപ്പം എന്താടി നീ മലേഷ്യയിലൊക്കെ ജനിച്ച് വളർന്നിട്ട് ഇപ്പം തനിനാടൻ പെൺകുട്ടികളെ പോലെ ആയോ എന്നിങ്ങനെ ചോദിച്ചപ്പം, എത്ര മലേഷ്യയിൽ ജനിച്ച് വളർന്നാലും എനിക്ക് എൻ്റെതായ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ഇല്ലേ. എനിക്ക് നാട്ടിൻപുറത്തെ പെൺകുട്ടികളെയും അങ്ങനെയാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെയാണ് വളർന്നത്. എന്നെ അമ്മയൊക്കെ അങ്ങനെയാണ് വളർത്തിയേക്കുന്നത്. ഏത് മലേഷ്യയിലാണെങ്കിലും ഇവിടത്തെ സംസ്കാരം അത് കുറച്ച് ചെറുതായിട്ട് എനിക്ക് കിട്ടൂലോ, കാരണം ഞാനും മലയാളി തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇനി വാചകം അടിച്ചുകൊണ്ട് നിൽക്കേണ്ട, അപ്പൊ ചെന്ന് ഡ്രസ്സ് മാറാൻ പറഞ്ഞു. ഇതിനിടയിലായിട്ട് നമ്മുടെ സച്ചിനെ കാണിക്കണം. അപ്പൊ സച്ചി വന്നു. സച്ചി അച്ഛാ രേവതി എന്നൊക്കെ വിളിച്ചോണ്ട് വന്നു. അപ്പൊ രവീന്ദ്രൻ വന്നിട്ട്, എന്താണ് നീ താമസിച്ചത്? കുറച്ച് ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അച്ഛാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്, എനിക്ക് പോയി ഫുഡ് നീ കഴിക്കുക. എനിക്ക് ഫുഡ് വേണ്ട, ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല പുറത്തുനിന്ന് ഫുഡ് കഴിക്കരുതെന്ന്. നിന്നെ കാത്തൊരു പെൺകുട്ടി ഇവിടെ ഇരിക്കുന്ന കാര്യം നീ മറന്നുപോയോ? രേവതി ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നോട് പുറത്തുനിന്ന് കഴിക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അയ്യോ അച്ഛാ ക്ഷമിക്ക്, ഞാൻ രേവതിയോട് ചോദിച്ചിട്ട് തന്നെയാ കഴിച്ചത്. അവളോട് ചോദിച്ചു നോക്ക്. അവളോട് ഞാൻ പറഞ്ഞിട്ടാ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. സ്ഥിരം എൻ്റെ കാറിൽ കയറുന്ന ഒരു കസ്റ്റമർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്നപ്പോൾ അവിടെ എന്നെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയി. അതുകൊണ്ട് ഞാൻ കഴിച്ചെന്നേന്ന് പോയപ്പോൾ രേവതി വന്നപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, അല്ല മോള് കഴിച്ചോ? ഞാൻ കഴിച്ചു വെച്ചാന്ന് പറഞ്ഞു. ഇപ്പൊ സമാധാനമായല്ലോ. ഏതായാലും മകൻ പറയുന്നത് വിശ്വാസമില്ല, മരുമകള് പറയുന്നത് വിശ്വാസം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും രേവതിയും സച്ചി റൂമിനകത്തേക്കൊക്കെ കയറി പോയി. അപ്പോഴാണ് അച്ഛമ്മ വരുന്നത്. അച്ഛമ്മ വന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കാണാൻ വേണ്ടി ആഗ്രഹിച്ചാ വന്നത്, അത് നടന്നില്ലല്ലോ. ശാന്തി മുഹൂർത്തം മാത്രമല്ല, പല ചടങ്ങുകളും നിങ്ങൾക്ക് നടന്നിട്ടില്ല.
ഏതായാലും ഇനി അതൊക്കെ നടക്കണം എന്നൊക്കെ പറയുമ്പോൾ ഓ ഇന്ന് ആ ടീമിന്റെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ അല്ലേ. ഏതായാലും ആ പെൺകൊച്ചിന്റെ ലാസ്റ്റ് നൈറ്റ് ആകാതിരുന്നാൽ മതിയായിരുന്നു. അല്ല അവനുണ്ടല്ലോ, അവനെ കുറിച്ച് പുകഴ്ത്തി പാടി 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 ഇന്ന് നേരം വെളുപ്പിക്കും, അതിനാ ചാൻസ് കൂടുതൽ. എന്തെങ്കിലും ആട്ടെ, നമുക്കെന്താ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രേവതി അച്ഛമ്മോട് പറഞ്ഞു, ഏതായാലും ആ കുടത്തിൽ മോതിരം ഒക്കെ ഇട്ട് ആ ഒരു ചടങ്ങ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അല്ല, അത് നിങ്ങളുടെ നാട്ടില് എല്ലായിടത്തും ഉണ്ടോ അച്ഛമ്മേ എന്ന് ചോദിച്ചപ്പം അത് അവിടെ എല്ലായിടത്തും ഉണ്ട്. എന്താ മോക്ക ചടങ്ങ് നടത്തണോ? നിങ്ങളുടെ കല്യാണത്തിന് ആ ചടങ്ങൊക്കെ നടത്തേണ്ടതായിരുന്നു, പക്ഷെ അപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റിയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും ഇന്ന് ആ ചടങ്ങ് നടത്തിയാലോ? സച്ചി പോടാ, ഒരു കൂടെ വെള്ളം പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പം വെള്ളമോ ഈ രാത്രിയോ? നിന്നോട് പറഞ്ഞില്ലേ നീ പോയി വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി ഏതായാലും വെള്ളം എടുക്കാൻ പോയി. അങ്ങനെ ഒരു കുടത്തിൽ വെള്ളമൊക്കെ എടുത്തോണ്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താടാ നീ രാത്രി വെള്ളമൊക്കെ ആയിട്ട് നീ എങ്ങോട്ടേക്ക് പോവാ? എന്താ പൈപ്പിന് വല്ല പ്രശ്നമുണ്ടോ? പൈപ്പിനൊരു പ്രശ്നമില്ല, അച്ചമ്മയ്ക്കാണ് പ്രശ്നം. അച്ചമ്മയുടെ ഒരു കാര്യം പറയാ, പിന്നല്ലാതെ എന്താ ഞാനിപ്പോ പറയാ, അച്ചമ്മയ്ക്ക് ഇപ്പം കുടത്തിനകത്ത് മോതിരം വിട്ടിട്ട് എന്നെ ഈ രേവതിനെ കൊണ്ട് എടുപ്പിക്കണമെന്ന്. അത് നല്ല ഐഡിയ ആണല്ലോ, എങ്കിൽ പിന്നെ ബാ നമുക്കൊരു ചെറിയ ചടങ്ങ് നടത്താന്ന് പറഞ്ഞ് രവീന്ദ്രനും പോയി. ഏതായാലും സച്ചി രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് നടുക്ക് കുടവും വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ പറഞ്ഞു തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടത്തിൽ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് മോതിരം എടുക്കാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ് കേട്ടോ. ഏതായാലും നല്ലൊരു എൻജോയ്മെന്റ് തന്നെയാണ് നമ്മുടെ സച്ചിക്കും രേവതിക്കും ഉള്ളത്. രണ്ടുപേരും സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ ഒരു മോതിരം സച്ചിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ മോതിരം എനിക്ക് കിട്ടിയേ എന്ന് പറഞ്ഞു വലിയ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതിനിപ്പോ എന്നാ നീ സന്തോഷിക്കുന്നത്? എടാ, പെൺകുട്ടികൾക്ക് കുറച്ച് ആരോഗ്യം കുറവാ, നിന്നെ പോലെ അത്ര ആരോഗ്യമൊന്നും ഇല്ലല്ലോ, അപ്പൊ അതും കൊണ്ടാ കിട്ടിയെന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, അതൊന്നും അല്ല, രേവതി മോള് വിട്ടുകൊടുത്തിട്ടാ അവന് ഈ മോതിരം കിട്ടിയത്, അല്ലാതെ ഇവന് വല്ല മോതിരമൊക്കെ എടുക്കാൻ അറിയാമോ? എന്റെ പൊന്നു മോളെ, നീ വെട്ടുകൊടുത്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇനി രേവതിക്ക് ക്രെഡിറ്റ് കൊടുത്തോ? പിന്നെ ഇത് ഞാൻ എടുത്തതാ, പിന്നെ രേവതി വിട്ടു തന്നു പോലും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, എടാ അങ്ങനെയാടാ ഭർത്താവിനെ സ്നേഹിക്കുന്ന പെൺകുട്ടികള് എല്ലാം വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാകും. അതുപോലെയാ ഈ നിൽക്കുന്ന നിന്റെ രേവതി, നിനക്ക് കിട്ടിയ പുണ്യം ഒരിക്കലും നീ കൈവിടാൻ പാടില്ല, ചേർത്ത് പിടിക്കണം. ഇതുപോലെയുള്ള പെൺകുട്ടികളെ കിട്ടാനേ സത്യം പറഞ്ഞാൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് രേവതിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ് കേട്ടോ. ഏതായാലും സച്ചിക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതിയുടെ കണ്ണിലൊക്കെ നോക്കി നമ്മുടെ സച്ചി നിൽക്കുകയാണ്. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചു തന്നെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇതിന്റെ ഇടയിൽ നമ്മുടെ റൊമാൻസ് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നൈറ്റിന്റെ റൊമാൻസ് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ സുധി ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞതുപോലെ SP ആയിട്ട് മാറി. SP മീൻസ് സ്വയം പൊങ്ങി, എന്തൊക്കെയോ സ്വയമായിട്ട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മുടെ സുധിയുടെ മനസ്സിൽ നിറയെ വേറൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്, ആ ഒരു അമേരിക്കൻ ഫസ്റ്റ് നൈറ്റ് തന്നെയാണ്. അപ്പൊ അതിനോട് ഒത്തു തന്നെ നമ്മുടെ ശ്രുതി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത്. മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക. അപ്പൊ നമ്മുടെ ഇന്ന് വൈകിട്ട് നമ്മുടെ പ്രമോ വിശേഷമായിട്ട് വരും, 1 വീക്ക് പ്രമോ വിശേഷമായിട്ട് വരും. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗൗതമിന്റെയും നന്ദിയുടെയും കഥയുണ്ട്. മിസ് ചെയ്യാതെ എല്ലാവരും കാണണം. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.